ചോരന്മാർ അപഹരിക്കാത്ത ധനം. 11-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെ. ധ്യാനത്തിനായിട്ട് 7-ാം വാക്യം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. മേഘങ്ങൾ യഥാകാലം മഴ നൽകട്ടെ, കാർഷിക വിളവുകളെ കൊണ്ട് ഭൂമി അനുഗ്രഹിക്കപ്പെടട്ടെ. വിപത്തുകളിൽ നിന്ന് ഈ രാജ്യം വിടുവിക്കപ്പെടട്ടെ, വിശുദ്ധജനം നിർഭയം ജീവിക്കട്ടെ. ഒരു വിശ്വാസവീരൻ്റെ പ്രാർത്ഥനയാണ് ഇത്. അതിവൃഷ്ടിയോ കൊടുങ്കാറ്റോ കൃഷിനാശമോ അല്ലെങ്കിൽ അനാവൃഷ്ടിയോ വരൾച്ചയോ തന്മൂലമുള്ള കെടുതികളോ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് പരാതിപ്പെടുന്ന സ്വഭാവം മനുഷ്യ സഹജമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ പിറുപിറുക്കുന്ന പ്രകൃതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെട്ട ഇസ്രയേൽ ജനത പോലും വിമുക്തരായതില്ലെന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. വിപരീത സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ യഥാർത്ഥ ഭക്തജനത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിലുള്ള പതറാത്ത വിശ്വാസമാണ് അവർ നിർഭയരായിരിക്കുന്നതിൻ്റെ രഹസ്യം. സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏത് വിപരീത സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നവർ കണ്ടേക്കാം. അത് സാധ്യമാണ് എന്ന് തെളിയിച്ച ഒരു വാണിജ്യ സ്റ്റേഷൻ്റെ കഥ കേൾക്കൂ. ബ്രഹാം എന്നായിരുന്നു ആ വ്യാപാരിയുടെ പേര്. ലക്ഷങ്ങളുടെ ചരക്കുകളുമായിട്ടാണ് അദ്ദേഹത്തിന് കീഴിലുള്ള കച്ചവടക്കാർ ഒട്ടകപ്പുറത്ത് കൊള്ളക്കാർ പതിയിരിക്കുന്ന മണലാരണ്യങ്ങൾ താണ്ടി മറുനാടുകളിൽ പോയി വ്യാപാരം നടത്തി വന്നിരുന്നത്. വിജന സ്ഥലത്തുകൂടിയുള്ള ഈ യാത്ര ആപൽക്കരമാണ്. ഒരിക്കൽ ബ്രഹാമിൻ്റെ കച്ചവട സംഘത്തെ ഒരു കൊള്ളസംഘം ആക്രമിച്ചു. അതിൻ്റെ ഫലമായി ബ്രഹാമിൻ്റെ അനേക ലക്ഷം രൂപയ്ക്കുള്ള ചരക്കുകൾ അപഹരിക്കപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് ദുഃഖം അറിയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ക്ഷാമകാലമായതിനാൽ വിശപ്പ് കൊണ്ടായിരിക്കും തൻ്റെ സ്നേഹിതൻ വന്നതെന്ന് വിചാരിച്ച് ഭൃത്യനെ വിളിച്ച് അയാൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ പറഞ്ഞു. എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, താങ്കളുടെ നഷ്ടത്തെപ്പറ്റി കേട്ടു, താങ്കളെ ആശ്വസിപ്പിക്കുവാൻ കയറിയതാണ് ഞാൻ, സുഹൃത്ത് പറഞ്ഞു. താങ്കളുടെ ദയയ്ക്ക് നന്ദി. പക്ഷേ ഈ വിപത്ത് നേരിട്ടതിനെക്കുറിച്ച് എനിക്കൊട്ടും തന്നെ മനക്ലേശമില്ല. ഞാൻ ആരെയും കൊള്ളയടിച്ചിട്ടില്ല. അതിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ ധനത്തിൻ്റെ ഒരംശം മാത്രമാണ് കൊള്ളക്കാർ അപഹരിച്ചത്. എന്നാൽ ചോരന്മാർക്ക് അപഹരിക്കുവാൻ കഴിയാത്ത ധനം എനിക്കുണ്ട്. എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് അതത്രേ സാക്ഷാൽ ധനം. ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ബ്രഹാമിൻ്റെ മുഖം പൂർവോപരി പ്രസന്നമായി. ഒരിക്കലും ചോരന്മാർക്ക് അപഹരിക്കുവാൻ കഴിയാത്തതും അനശ്വരവുമായ ധനം ആർജിക്കുവാൻ കഴിഞ്ഞാൽ നഷ്ടബോധം നമ്മെ തീണ്ടുകയില്ല. ബ്രഹാമിനുണ്ടായിരുന്ന ആ ധനം, അതായത് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം, ആർജിക്കുവാൻ കഴിഞ്ഞാൽ നമുക്കും നിർഭയം ജീവിക്കുവാൻ സാധിക്കും. ഓർക്കണമേ, വിശ്വസിക്കുന്നവയെ ദർശിക്കുന്നതിനെ വിശ്വാസത്തിൻ്റെ വെളിച്ചം ഇടയാക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.